നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് മുന്നെയൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ജനവിധിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരട്ടച്ചങ്കൻ എന്ന അനുരാഗികൾ വിളിച്ചിരുന്ന ഭരണ തുടർച്ചയിലൂടെ ചരിത്രം സൃഷ്ടിച്ച പിണറായി വിജയന്റെ പാർട്ടിക്ക് ഈ തവണ എന്തുപറ്റി? ഇത് യുഡിഎഫിനെ ജനങ്ങൾ സ്നേഹിച്ചതുകൊണ്ട് മാത്രമുണ്ടായ വിജയമാണോ? അതോ പിണറായിയുടെ കുറ്റസമ്മതമായ പിഴവുകൾക്ക് ജനങ്ങൾ നൽകിയ ശിക്ഷയോ? അതുമല്ല, എല്ലാവരും ഒന്നിച്ചേർന്ന് എടുത്ത ഒരു തീരുമാനമാണോ? പിണറായി വിജയന്റെ ശൈലി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ആരോഗൻസ്, അതായത് അഹങ്കാരം എന്ന ആരോപണം സത്യമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ നേരിടാനുള്ള മടിയും മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്നതും ജനങ്ങളിൽ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചു. ഞാൻ പറയുന്നത് മാത്രം നടക്കും എന്ന രീതിയിലായ ഭരണം ജനങ്ങളുടെ മുന്നിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആണ് എന്ന തോന്നലുണ്ടാക്കിയോ? പാർട്ടികൾക്കുള്ളിലെ തന്നെ വിമർശനങ്ങളെ അടപ്പിച്ചു നിർത്തിയത് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാൻ സഹായിച്ചില്ല എന്ന് പറയേണ്ടി വരും. ജനങ്ങളുടെ ഡെയിലി ഇഷ്യൂസ്, അതായത് കേരയിൽ, ടാക്സ്, പെൻഷൻ, രാഷ്ട്രീയത്തിന് അപ്പുറം ജനങ്ങളുടേതെന്നിൽ അടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഫ്യുവൽ കേസും വെള്ളത്തിനും കരണ്ടിനും വീടിനുമുള്ള നിസ്സാര വർധനയും സാധാരണക്കാരെ നല്ല രീതിയിൽ ബാധിച്ചു. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ LDFനെതിരെ നല്ല പ്രതിഷേധമുണ്ടാക്കി. ജനങ്ങളുടെ പ്രതിഷേധത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോയത് ജനപക്ഷ സർക്കാർ എന്ന പ്രതിച്ഛായയെ ബാധിച്ചു. UDFന്റെ തിരിച്ചുവരവും ജനങ്ങളുടെ സ്നേഹവും. ഇനി നമുക്ക് മറുപുറം നോക്കാം. ഇത് UDFന്റെ വിജയം മാത്രമാണോ? മുന്നെയൊന്നും ഇല്ലാത്ത രീതിയിൽ UDF നേതാക്കൾ ഒരുമിച്ച് നിന്നത് ജനങ്ങളിൽ ഒരു വിശ്വാസമുണ്ടാക്കി. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ദേശീയ തലത്തിൽ UDFനോട് ജനങ്ങൾക്കുള്ള താല്പര്യവും ഈ വിജയത്തിന് കരുത്തു പകർന്നു. ചില വിഷയങ്ങളിൽ LDF എടുത്ത നിലപാടുകളിൽ നിന്ന് അകന്നുപോയ മൈനോറിറ്റി വിഭാഗങ്ങളിൽ UDFൽ അഭയം കണ്ടെത്തിയോ എന്ന് നമുക്ക് ചിന്തിക്കാം. ആന്റി ഇൻകംബൻസി ഓർ പീപ്പിൾസ് യൂണിയൻ. സത്യം പറഞ്ഞാൽ ഇത് പിണറായിയെ തോൽപ്പിക്കാൻ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് എടുത്ത ഒരു തീരുമാനമാണ് എന്ന് പറയേണ്ടി വരും. ഇലക്ഷന് മുമ്പ് പുറത്തു കാണാത്ത ഒരു സൈലന്റ് വേവ് കേരളത്തിലുണ്ടായിരുന്നു. അത് പാർട്ടി രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഒരു പ്രതിഷേധമായിരുന്നു. പുതിയ തലമുറ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതും ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റ്സും എല്ലാം ഒരു വിഷയമായി കണ്ടു. അവസാനമായി പറഞ്ഞാൽ, കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും പ്രബുദ്ധരാണ്. അത് പിണറായി വിജയനായാലും വേറെ ആരായാലും ജനങ്ങളെ അകറ്റി നിർത്തി ഭരണം നടത്തിയാൽ അതിന് തിരിച്ചടി കിട്ടും എന്ന് ഈ ജനവിധി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് പിണറായി വിജയന്റെ എൻഡ് ഓഫ് ഇറയാണോ? രണ്ടാം തിരിച്ചുവരവിനുള്ള തുടക്കമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പിണറായിയുടെ പിഴവുകളാണോ കാരണം? UDFനോടുള്ള സ്നേഹമാണോ? ജനങ്ങൾ ഒന്നിച്ച് നൽകിയ ഒരു വാണിംഗ് ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.